അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ എന്താ മനസ്സിലായില്ല, മുരിങ്ങയുടെ ഇല വെച്ചിട്ടാട്ടോ മൊത്തം ഇന്ന് തന്നെയായിരിക്കും. അച്ഛന് സനേഷാനാട്ടോ വല്ലാത്ത നിർബന്ധം മുരിങ്ങയുടെ ഇല കുട്ടിക്ക് കൊടുക്കുക അങ്ങനെ ഇങ്ങനെ. ഞാൻ എൻ്റെ കൂടെ പോയി കൈയോടെ പൊട്ടിച്ചോണ്ട് വന്നാണ് നീരപ്പം നേരെയാക്കിയതാണ് ഇത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വക വേറെ നേരെയാക്കലുണ്ടായിരുന്നു. അതിപ്പോൾ മുരിങ്ങയുടെ ഇല വെക്കാനും പിന്നെ മുട്ട ഇട്ടിട്ട് ഒന്ന് കുത്തിപ്പൊടിച്ച് കൊടുക്കാനും ഉണ്ട് കേട്ടോ. അവിടെ മാന്തള് തീർന്നിട്ടില്ലേ, അപ്പൊ അതും കൂടെ ഒന്ന് വറുത്തെടുക്കാന്ന് വെച്ചിട്ട് അതും കൂടെ നേരെയാക്കാൻ നിന്നേ. ചെറിയ മാന്തളായോണ്ടേ കുറെ പിടിയും വലിയും കൂടി കുറെ സമയം അങ്ങനെ പോയിട്ടോ. അങ്ങനെ ഞാൻ ഈ പണി എടുക്കണതിൻ്റെ ഇടയിൽ നീരവൻ എന്നെ എന്തെങ്കിലും വന്ന് സഹായിക്കണം എന്ന് വീണ്ടും തുടങ്ങിയിട്ടോ. അപ്പൊ ഞാൻ ചോന്നുള്ളിയുടെ തോട് കളഞ്ഞോളം പറഞ്ഞിട്ട് അത് കൊടുത്തു. കുക്കറിലിട്ട് വേവിച്ച് മൺചട്ടിയിൽ കിട്ടും, അതിൽ കുറച്ച് മുരിങ്ങയുടെ ഇല ഇട്ടു. അങ്ങനെ തളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്യാസും കഴിഞ്ഞു. രജനേച്ചി പറഞ്ഞ സ്റ്റോക്ക് ചെയ്ത് വെക്കാന്നെങ്കിൽ മുന്നേ അറിയാമായിരുന്നു. അപ്പോൾ കാലിക്കുറ്റി വേഗം കൊണ്ട് പുറത്ത് കൊണ്ട് വെച്ചിട്ട് പിന്നെ ഇതാ പുതിയ ഫുൾ കുറ്റിയില്ലേ, ഞാൻ രജനേച്ചി കൂടി ഇങ്ങോട്ട് കയറ്റി വെച്ച് ഗ്യാസ് കുറ്റിയുടെ അടിയിൽ ഇങ്ങനെ ഒരു ചക്രം കിട്ടില്ലാത്തവരൊന്ന് മേടിച്ച് വെച്ച് വളരെ ഉപകാരപ്പെടും. ഞാൻ അവിടെ മേടിച്ച് വെച്ചേക്കടല്ലാട്ടോ, രജനേച്ചി തന്നതാണ്. അങ്ങനത്തെ ആ ഗ്യാസ് കുറ്റി ഉള്ളിൽ കയറ്റി വെച്ച് അതൊന്ന് ഫിറ്റ് ചെയ്തെടുത്തു. മുരിങ്ങടയിലൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് വേപ്പിലൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ചതച്ചിട്ടിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടു. അങ്ങനെ മൂപ്പിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് പച്ചമുളക് കൂടി ഇടും മക്കളെ. അത് കഴിഞ്ഞ് അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ പരിപ്പിലേക്ക് അത് അങ്ങനെ തന്നെ ഒഴുക്കി ഇപ്പുറത്തെ സൈഡിൽ മാന്തളം കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഐ മീൻ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കാച്ചെടുത്ത ചട്ടിയിൽ തന്നെയാണ് കേട്ടോ മുട്ട കൊത്തിപ്പൊരി ഉണ്ടാക്കാൻ പോണം. ആദ്യം സബോളയില്ലേ അതും പച്ചമുളകും കൂടെ അങ്ങോട്ട് മൂപ്പിച്ചെടുക്കും. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേപ്പിലും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് മൂക്കാൻ വെച്ചു. പണികൾ ഓരോന്ന് കുറയുന്നതോടെ എനിക്കിങ്ങനെ മനസ്സിൽ വല്ലാത്ത സമാധാനം. ഞാൻ എണ്ണിയ പണികൾ എടുക്കുക, ചോറ് വയ്ക്കണം, കറി വയ്ക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ഓരോരോ എണ്ണങ്ങൾ കുറയുമ്പോൾ സമാധാനമായിട്ടാ. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ പണിയാണ് ഇത്. ഇപ്പോഴേക്ക് നല്ലപോലെ വഴണ്ട് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടിട്ടു. അതൊന്ന് വഴണ്ടി വന്നപ്പോൾ മുരിങ്ങാടല ഇട്ടു, അതൊന്ന് വഴണ്ടി വന്നപ്പോൾ മുട്ട ഇട്ടു. അങ്ങനെ മുട്ട ഇട്ടല്ലേ മുട്ട പൊട്ടി ചോദിച്ചു. എല്ലാം കഴിഞ്ഞ് ചട്ടപ്പടയുന്നായിട്ട് ആ ഫുഡ് എടുത്തതും കൊണ്ടുവന്ന് വെച്ചതും കഴിച്ചതൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നേ. അങ്ങനെ അവൻ കഴിച്ചിട്ട് വേണമല്ലോ അവന് വാരി കൊടുക്കാൻ. ആ ഒരു ഇതിലാണ് ഇരിക്കണത്. അത് കഴിഞ്ഞിട്ട് ആ മിഠായി എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നീരപ്പ ഫ്രിഡ്ജിലിരിക്കണ മിഠായി തീർന്നിട്ടില്ല. അവന് അത്ര സമാധാനക്കേടാ. അങ്ങനെ രണ്ടാളും കൂടെ അത് കഴിക്കായിരുന്നു. ചീഞ്ഞ വല്ലാത്ത പാടാൻ്റെ മക്കളെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റ ബൈ ബൈ, സീ യു.